ഒടുക്കത്തെ ചൂട്. കൈയൊക്കെ നോക്കുക വേർത്തിട്ട് എങ്ങനെ ഇരിക്കണേ. ഇതിനുള്ള ഈ സമയത്ത് നമുക്ക് കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റ് ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ആ ടെൻറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെച്ചാൽ ടെൻറ്റ് ഇതാണ്. ഇതിനായിട്ടൊരു വലിയൊരു ബാഗ് തന്നിട്ടുണ്ട് ടെൻറ്റ് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ബാഗാണ് തന്നുള്ളത്. ഇത് നമുക്കിനി സിബ് വെച്ച് നോക്കാം. നമുക്ക് ടെൻറ്റ് പുറത്തെടുക്കാം. ഇതാണ് ടെൻറ്റ്. നമ്മൾ സെറ്റാക്കി കാണിച്ചു തരാം. ടെൻറ്റ് റെഡിയാക്കാല്ലേ 2 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? 2 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കങ്ങനെ ഫിറ്റാക്കി കാണിച്ചു തരാം. ഇതിങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു എലാസ്റ്റിക് പോലത്തെ കയറുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇതിലിങ്ങനെ ഫിറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഫിറ്റാക്കി കൊടുക്കുക. ഉണ്ട് അത്യാവശ്യം നീളമുള്ളൊരു സ്റ്റിക്ക് തന്നെ ആയിട്ടുണ്ട്. ഉണ്ട് അത്യാവശ്യം നീളമുള്ള സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഉണ്ട്. 2 ഉള്ളത്. ഇനി അടുത്ത ഒന്നും കൂടി റെഡിയാക്കാം. അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിനെ ഫിറ്റാക്കി കൊടുക്കുക. കണ്ടോ? 2 സ്റ്റിക്കാണ് വരുന്നത്. നമുക്കിത് ടെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഇത് നമുക്ക് കറക്റ്റ് വിരിക്കണം. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ഈ പൈപ്പ് ഈ ചെറിയ കമ്പി ഇടാൻ വേണ്ടിയിട്ട് അത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ അപ്പുറത്തൊന്നും കൂടി ഇടാം. അപ്പോൾ ഈ കമ്പി നമ്മൾ 2 അങ്ങനെ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ടെൻറ്റ് ശരിക്കും നമുക്ക് സെറ്റാക്കാം. ഈ ടെൻറ്റിൻ്റെ ഈ മൂലഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെ ഒരു കയറുണ്ടാവും. ആ കയർക്ക് ഈ കമ്പി അതിലിട്ട് കുടുക്കി വെക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതാക്കി തന്നെ അതിൻ്റെ അപ്പുറത്ത് കൂടി നമ്മൾ റെഡിയാക്കണം. നമ്മൾ 3 ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറത്തും കൂടി ഒന്ന് ഇടാണ്ട്.
കണ്ടോ നമ്മൾ ടെൻ്റ് അങ്ങനെ നമ്മൾ 2 മിനിറ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ അതങ്ങനെ നമ്മളങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ട്രിപ്പിന് നമ്മൾ സ്റ്റേ അടിക്കുക പെട്രോൾ പമ്പിലൊക്കെ. പിന്നെ ഇവിടെ ഒരു കയർ പോലുണ്ട് കെട്ടാലത്, അതും കൂടെ കെട്ടി കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചൊന്ന് റെഡിയാവും. കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കുറച്ച് കയറി വെക്കാം. ഫുള്ള് പൊടികളാണ്. പിന്നെ അമ്മ ടെറസിൻ്റെതായിട്ട് കല്ലൊക്കെല്ലാം കൊണ്ട് ഒടുക്കത്തെ ചൂട് എൻ്റെ പോന്നെ. ഇതിൻ്റെ ഉള്ളിൽ നോക്കാം അമ്മ അടിപൊളിയാ. അത്യാവശ്യം തന്നെ ചൂടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നില്ലേ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എണിച്ചാണ്ടോ ആണ് എമ്മ അടിപൊളി സ്ഥലങ്ങളാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ മൂലയ്ക്ക് ഇങ്ങനെ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ബാക്കി ഈ സ്പേസിലൊക്കെ നമുക്ക് നമ്മളെ ബാഗ് ലഗേജ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നല്ല നിലക്ക് നല്ല വേണ്ടിക്കുണ്ട്. പിന്നെ പെട്രോൾ പമ്പിലാണ് നമ്മൾ കൂടുതൽ നമ്മൾ സ്റ്റേ അടിക്കാൻ നോക്കുക. അവിടെയാണെങ്കിൽ 24 മണിക്കൂറും ആൾക്കാരുണ്ടാവും. പിന്നെ CCTV ക്യാമറ ഉണ്ടാവും. നല്ല ബാത്റൂമിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയോ ഫണ്ട് ചുരുക്കി ചെയ്യാൻ പറ്റുന്നത് പെട്രോൾ പമ്പിലാണ്. പിന്നെ ടെൻറ്റിലും കൊണ്ട് പിന്നെ കുഴപ്പമില്ല, അവിടെ എപ്പോഴും ഫുൾ ടൈം ആൾക്കാരുണ്ടാവും. ഈ നില നല്ല വേനെടുക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇന്നലെ സ്ലീപ്പിംഗ് മാറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ വീട്ടിട്ടുണ്ടായി. ആ സ്ലീപ്പിംഗ് മാറ്റ് നമ്മൾ ഇതിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതിലിട്ടിട്ട് നമ്മളൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മളെ സ്ലീപ്പിംഗ് മാറ്റ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെൻറ്റിൻ്റെ ഉള്ളിലിടാം. അല്ല കിടക്കുമ്പോൾ വേനലായിരിക്കും. ഒരു തലയണ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. ഒടുക്കത്തെ ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒന്നാമത് ടെറസിൻ്റെ ഇവിടെ ആയതുകൊണ്ട് ഒരു തറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒടുക്കത്തെ ചൂടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലീപ്പിംഗ് മാറ്റ് ഇട്ടതും ഇത് നമ്മൾ വ്യത്യാസം നോക്ക്. സ്ലീപ്പിംഗ് മാറ്റ് ഇട്ടതുകൊണ്ട് നല്ല സെറ്റായി. ചെറിയ തലയാണ് എടുത്തിട്ട് ഇത് നമ്മൾ കൊണ്ടാവില്ല. ഇതൊക്കെ കൊണ്ടുപോകാൻ റിസ്ക്കാണ്. നമ്മൾ തലയണ നമ്മൾ മറ്റേ കാറ്റടിച്ച് വീർപ്പിക്കുന്ന ഒരു തലയാണല്ലേ നമ്മൾ ഫ്ലിപ്പിലൊക്കെ ഉണ്ടാവും. അതാണ് നമ്മളൊന്ന് വാങ്ങാണ്ട്. അതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ റെഡിയ ഇങ്ങനെ കിടക്കാം. കാല് അത്യാവശ്യം ഇങ്ങനെ ഫുള്ള് നമുക്ക് നീട്ടി വെച്ച് കിടക്കാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ കിടന്നാൽ പോരെ, നമുക്ക് ട്രിപ്പല്ല മെയിന്. നമ്മൾ ഒടുക്കത്തെ ചൂട്. പിന്നെ ഇവിടെ ഈ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലത് കാണിച്ചതാ. ഒന്ന് വരുന്നത് കൊതുകൊക്കെ ഉണ്ടാവില്ല. നമുക്ക് നല്ല ഉള്ളോട്ട് നല്ല കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാക്കുക. അന്ന് നമുക്ക് ഉള്ളോട്ട് നല്ല കാറ്റും കിട്ടും, പിന്നെ കൊതുകൊന്നും വരുമൊന്നുമില്ല. അതേ ഒരു കൊതുകുവല പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അമ്മ ഇവിടെ നിൽക്കാൻ പറ്റില്ല. നോക്കാൻ നോക്കി അമ്മ ഇതായിക്കണേ ചേർത്തിട്ട്. പിന്നെ ഇത് ഇന്നൊന്നും കൂടി വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിന്നെ വെള്ളം ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിത് ഉള്ളിൽ കയറി കിടക്കാൻ നിൽക്കുമ്പോൾ ഇത് പൂട്ടുക. ഇത് ആദ്യം തന്നെ നമ്മൾ പൂട്ടണം. ഇത് പൂട്ടിയിട്ടാണ് നമ്മുടെ കൊതുകുവല വേണമെങ്കിൽ നമുക്കിടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനാണ് കുറച്ചും കൂടി നല്ലത്. അല്ല ഇതങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ഇവിടെ 2 കയറ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിനാണെന്ന് അറിയില്ല. പക്ഷേ ഈ നട്ടുച്ചയൊക്കെ ടെറസിന് മേലൊക്കെ നമ്മൾ കിടക്കാൻ നിന്നാൽ കഴിഞ്ഞു. പൊന്നെ ചൂടിൻ്റെ ചൂടാണ്.
വയനാട്ടിൽ തന്നെ ഇങ്ങനെ ചൂടുണ്ടല്ലേ, പിന്നെ കേരളത്തിൻ്റെ പുറത്ത് പറയണ്ടല്ലോ. പക്ഷെ വൈബാണ് ഫുള്ള്. രാത്രി കിടക്കുമ്പോൾ സീനായിരിക്കും, പക്ഷെ ഈ വെയിലത്താണ് നമുക്ക് പറ്റാത്തത്. ഒടുക്കത്തെ ചൂട്, കൈയൊക്കെ നോക്കുക വേർത്തിട്ട് എങ്ങനെ ഇരിക്കണേ. ഇതിനുള്ള ഈ സമയത്ത് നമുക്ക് കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ടെൻ്റൊക്കെ എന്തായാലും വാങ്ങിയതല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ ഈ ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.